അതൊരു കാരണവശാലും നമ്മൾ എടുക്കാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരു ഭൂമിയാണ് തെക്ക് താഴ്ന്ന ഭൂമി. അതിന് നമ്മൾ പ്രേതഭൂമി എന്നാണ് പറയുന്നത്. പേര് പോലും പ്രേതഭൂമി എന്ന് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നുള്ള കാരണം കന്നിമൂല താഴ്ന്നു കിടക്കുന്ന ഭൂമി വളരെ മോശമായിട്ടുള്ള ഭൂമിയാണ്. അതിന് നമ്മൾ ഭൂതവീതി എന്നാണ് പറയുന്നത്. ഇനിയുള്ള കാറ്റഗറി വരുന്ന ഭൂമി ഏറ്റവും നല്ലൊരു ഭൂമി എന്ന് വേണമെങ്കിൽ പറയാനുള്ളത് ധനവീതി അല്ലെങ്കിൽ ധാന്യവീതി എന്നൊക്കെ നമ്മൾ പറയുന്ന വടക്ക് കിഴക്ക് താഴ്ന്ന് തെക്ക് പടിഞ്ഞാറ് പൊങ്ങിയ ഭൂമിയെയാണ് ഏറ്റവും അനുയോജ്യമായ ഭൂമികളിലൊന്നാണ്. സിറ്റിയിലൊന്നും ലാൻഡുകൾ കിട്ടാനില്ല പലപ്പോഴും. ഇതുപോലുള്ള ലാൻഡുകളിൽ നമുക്ക് പലപ്പോഴും ചെരുവുകൾ നോക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഹായ്, നമസ്കാരം. വാസ്തുഗ്രഹത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭൂമിയുടെ ചരിവുകളെ കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഓരോ ചരിവുകൾക്കനുസൃതമായിട്ട് ഭൂമിയെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഏതൊക്കെ ടൈപ്പ് ഭൂമി നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. അപ്പം അതിന് മുമ്പായിട്ട് നമുക്കിപ്പോൾ കിഴക്ക് താഴ്ന്ന ഭൂമി, അതായത് പടിഞ്ഞാറ് ഉയർന്ന് കിഴക്ക് താഴ്ന്ന ഭൂമി, അതാണ് ഏറ്റവും നല്ല ഭൂമിയിൽ ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഒരു ഭൂമി. ഇതാണ് പടിഞ്ഞാറ് പൊങ്ങി കിഴക്കോട്ട് ചരിവ്. ഈ അത്തരത്തിലുള്ള ഭൂമിയെ നമ്മൾ പറയുന്നത് ഗോവീഥി എന്നാണ്. കിഴക്ക് താഴ്ന്ന് പടിഞ്ഞാറ് പൊങ്ങിയ ഭൂമിയെ നമ്മൾ ഗോവീഥി. ഈ ഇത്തരം ഭൂമികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശം, പ്രത്യേകിച്ച് രാവിലെയുള്ള സൂര്യപ്രകാശം കൃത്യമായി അവിടെ എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ആ ഭൂമി ഏറ്റവും നല്ല എനർജി ഉള്ള ഒരു ഭൂമിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ഗോവീഥി എന്ന് പറഞ്ഞാൽ കിഴക്ക് താഴ്ന്ന് പടിഞ്ഞാറ് പൊങ്ങിയ ഭൂമി എന്നർത്ഥം. ഇനി നമുക്ക് അടുത്തൊരു കാറ്റഗറി, നമ്മുടെ തെക്ക് കിഴക്ക് ഭാഗം, അതായത് അഗ്നികോണ് താഴ്ന്നു കിടക്കുന്ന ഭൂമിയെ നമ്മൾ അഗ്നിവീഥി എന്ന് പറയും. അപ്പൊ അഗ്നിവീഥി അത്ര നമുക്ക് നല്ല അനുയോജ്യമായിട്ടുള്ള പ്ലോട്ടൊന്നുമല്ല. പക്ഷെ അത്തരത്തിൽ അഗ്നിവീതിയിൽ വീട് വയ്ക്കുന്നതിനുള്ള ഫലങ്ങളെക്കുറിച്ച് നമുക്ക് വേറൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. പക്ഷെ അഗ്നിവീഥി എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് താഴ്ന്നു കിടക്കുന്ന ഭൂമി, അഗ്നികോൺ താഴ്ന്നു കിടക്കുന്ന ഭൂമിയെ നമ്മൾ അഗ്നിവീഥി എന്ന് പറയും. ഇനി വേറൊരു കാറ്റഗറി തെക്ക് താഴ്ന്ന ഭൂമിയാണ്. അതൊരു കാരണവശാലും നമ്മൾ എടുക്കാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരു ഭൂമിയാണ് തെക്ക് താഴ്ന്ന ഭൂമി. അതിന് നമ്മൾ പ്രേതഭൂമി എന്നാണ് പറയുന്നത്. പേര് പോലും പ്രേതഭൂമി എന്ന് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നുള്ള കാരണം നമ്മൾ ഈ വാസ്തു സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ടതിനെ അങ്ങ് കട്ട് ചെയ്യും. അതാണ്. അപ്പം നമ്മൾ ആദ്യമേ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ മനസ്സിലാകും ഇതൊരു മോശം ഭൂമിയാണെന്ന്. അതാണ് ഈ പ്രേതഭൂമി എന്നൊക്കെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതായത് തെക്ക് താഴ്ന്നു കിടക്കുന്ന ഭൂമിയെ നമ്മൾ പ്രേതഭൂമി എന്ന് പറയുന്നു. പിന്നെ തെക്ക് പടിഞ്ഞാറ് താഴ്ന്ന ഭൂമി, കന്നിമൂല താഴ്ന്നു കിടക്കുന്ന ഭൂമി വളരെ മോശമായിട്ടുള്ള ഭൂമിയാണ്. അതിനെ നമ്മൾ ഭൂതവീതി എന്നാണ് പറയുന്നത്. തെക്ക് പടിഞ്ഞാറ് താഴ്ന്നു കിടക്കുന്ന ഭൂമിയെ ഭൂതവീതി എന്ന് പറയും. കന്നിമൂല താഴ്ന്നു കിടക്കുന്ന ഭൂമി ഒട്ടും അനുയോജ്യമല്ല. വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും നമുക്ക് എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ലാൻഡ് അല്ല ഈ പറഞ്ഞ തെക്ക് പടിഞ്ഞാറ് താഴ്ന്നു കിടക്കുന്ന ഭൂമി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് പടിഞ്ഞാറ് താഴ്ന്ന ഭൂമി, അതിന് നമ്മൾ ജലവീഥി എന്നാണ് പറയുന്നത്. പടിഞ്ഞാറ് താഴ്ന്ന ഭൂമി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഗോവീതിയുടെ നേരെ ഓപ്പോസിറ്റ്. പടിഞ്ഞാറ് താഴ്ന്ന കിഴക്ക് പൊങ്ങിയ ഭൂമിയെ നമ്മൾ ജലവീഥി എന്ന് പറയും. അതൊരു ഒട്ടും നല്ല ഭൂമിയല്ല. കാര്യം സൂര്യപ്രകാശം കൃത്യമായി വീട്ടിലേക്ക് പതിക്കുന്നില്ല. പ്രത്യേകിച്ച് മോർണിംഗ് സൂര്യൻ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മോർണിംഗ് സൂര്യൻ ഒരു കാരണവശാലും ക്ലിയർ ആയിട്ട് നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിലേക്ക്, അതിന്റെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മഹാദ്വാരത്തിന് നടയിൽ വരണമെന്നാണ് ഈ സൂര്യപ്രകാശം രാവിലെ. അത് കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് അതിനൊരു മോശം ഭൂമിയായിട്ട് തന്നെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളതാണ് വടക്ക് പടിഞ്ഞാറ് താഴ്ന്ന ഭൂമി. അതിന് നമുക്ക് നാഗവീഥി എന്ന് പറയും. നാഗവീഥി എന്ന് പറയുന്ന ഭൂമിക്ക് ചില പ്രത്യേകതകളുണ്ട്. അതും വീട് സംബന്ധമായ കാര്യങ്ങൾക്കുമായിട്ടുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീതികളെയും നമുക്ക് അടുത്ത് വരുന്ന എപ്പിസോഡുകളിൽ സംസാരിക്കാം. പക്ഷെ നാഗവീതി എന്നാണ് പറയുന്നത്. വടക്ക് പടിഞ്ഞാറ് താഴ്ന്ന ഭൂമിയെ നമ്മൾ നാഗവീതി എന്ന് പറയും. ഇനി നമുക്ക് ഏറ്റവും നല്ല ഭൂമി ഒന്നാണ് ഈ തെക്ക് പൊങ്ങി വടക്ക് താണ ഭൂമി. അതിന് നമ്മൾ ഗജവീതി എന്നാണ് പറയുന്നത്. ഗജവീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നത് തെക്ക് വശം പൊങ്ങിയിരിക്കുക, വടക്ക് വശം താഴ്ന്നിരിക്കുക എന്ന് പറയുന്ന ഒരു കോമൺ ക്രൈറ്റീരിയയിൽ നമ്മൾ സംസാരിക്കുന്ന ഭൂമി തന്നെയാണ് അതിനെ ഗജവീതി എന്ന് പറയും. വളരെ അനുയോജ്യമായിട്ട് വീട് വയ്ക്കാൻ വളരെ അനുയോജ്യമായിട്ടുള്ള ഭൂമിയാണ്. ഇനിയുള്ള കാറ്റഗറി വരുന്ന ഭൂമി ഏറ്റവും നല്ലൊരു ഭൂമി എന്ന് വേണമെങ്കിൽ പറയാനുള്ളത് ധനവീതി അല്ലെങ്കിൽ ധാന്യവീതി എന്നൊക്കെ നമ്മൾ പറയുന്ന
വടക്ക് കിഴക്ക് താന്ന് തെക്ക് പടിഞ്ഞാറ് പൊങ്ങിയ ഭൂമിയെയാണ് ഏറ്റവും അനുയോജ്യമായ ഭൂമികളിലൊന്നാണ്. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ കോമൺ ചെക്കായിട്ട് വിചാരിക്കുന്നത് ഇപ്പൊ ഒരു പ്ലോട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ തെക്ക് പടിഞ്ഞാറേ മൂല നോക്കിയിട്ട് ആ മൂലയുടെ ഉയർച്ച മറ്റ് കോണുകളുമായി എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഒരു വീടിന്റെ സ്ഥാനം നമ്മൾ നിർണ്ണയിക്കാനായിട്ട് നല്ല ഭൂമിയാണോ എന്ന് തിരിച്ചറിയുന്നത്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ ഇപ്പം നമുക്ക് ഒരുപാട് സിറ്റിയിലൊന്നും ലാൻഡുകൾ കിട്ടാനില്ല പലപ്പോഴും. ഇതുപോലുള്ള ലാൻഡുകളിൽ നമുക്ക് പലപ്പോഴും ചെരുവുകൾ നോക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഗ്രേഡ് ചെയ്തിട്ട് ഭൂമിയെ അതിന്റെ ഈ പറഞ്ഞ നമ്മുടെ ഈ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ഗ്രേഡ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വാസ്തു പ്രിപ്പയർ ചെയ്യണം സൈറ്റിനെ. ഈ വാസ്തു പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യകത വളരെ ഇമ്പോർട്ടൻറ്റ്. പലരും അത് ശ്രദ്ധിക്കാറില്ല. ഭൂമി നമുക്കൊരു ആപ്റ്റായിട്ടുള്ള ഭൂമി സെലക്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ച് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതേ കിട്ടുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ആദ്യം ലാൻഡിന്റെ ഒരു പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിൽ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ലാൻഡ്സ്കേപ്പിങ്ങിലാണ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ലാൻഡിന്റെ പ്രിപ്പറേഷൻ കുറച്ച് അത്യാവശ്യം ലാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പ്രാക്ടിക്കലായിട്ട് പറ്റുകയുള്ളൂ. ഇത് ചെറിയ ലാൻഡ് ആണെങ്കിൽ പോലും ഇൻ പ്രിൻസിപ്പിൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് കൃത്യമായ ഒരു വാസ്തു വിശകലനത്തിലേക്ക് ഒരു പ്ലോട്ടിൽ പോയാൽ മാത്രമേ നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റും. ഇനി ഓരോ വീതികളിലുമുള്ള ഫലങ്ങളെക്കുറിച്ച് അടുത്ത വരുന്ന എപ്പിസോഡിൽ പറയാം. ഇത്രയും പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. മറ്റു നല്ല വീഡിയോ നിങ്ങൾ എത്തുന്നവരെ നന്ദി, നമസ്കാരം.